ശ്രീകൃഷ്ണപുരം മഹാത്മാ റെസിഡൻസ് അസോസിയേഷനിൽ ജനപ്രതിനിധികൾക്ക് ആദരം. ശ്രീകൃഷ്ണപുരം മഹാത്മാ റെസിഡൻസ് അസോസിയേഷൻ ആരംഭിച്ച് 10 വർഷത്തിലധികമായി. 100ഓളം കുടുംബങ്ങൾ ഉൾപ്പെടുന്ന ഈ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച അസോസിയേഷൻ പരിധിയിലുള്ള ജനപ്രതിനിധികളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം AK ഷീലാദേവി ടീച്ചർ, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ മാസ്റ്റർ, വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സുരേഷ് കുമാർ, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജ്യോതി വാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗിരീഷ് കുമാർ, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ P രജനി, വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് മെമ്പർ രവിശങ്കർ എന്നിവരെയാണ് ആദരിച്ചത്. പുതിയ കാലഘട്ടത്തിൽ സാമൂഹ്യ പുരോഗതിക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലുള്ള ഐക്യത്തിനും സാഹോദര്യത്തിനുമൊക്കെ അതൊക്കെ ഊട്ടിയുറപ്പിക്കുന്നതോടൊപ്പം അതിൻ്റെ പ്രവർത്തന മേഖലകളിലുള്ള പൊതുവായ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുകയും അതോടൊപ്പം ബന്ധപ്പെട്ട ഔദ്യോഗിക സംവിധാനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുകയും ചെയ്യുന്നു എന്നത് പുതിയ കാലഘട്ടത്തിലെ ചില പ്രത്യേകതകളാണ്. നമ്മുടെ എല്ലാം ചെറുപ്പ കാലഘട്ടത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ, അല്ലെങ്കിൽ ഒരു 10 വർഷത്തിലേക്കോ 20 വർഷത്തിലേക്കൊക്കെ മുമ്പ് നോക്കിയാൽ, ഇങ്ങനെയുള്ള റെസിഡൻറ്റ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത് പാലക്കാട് പട്ടണത്തിലോ അല്ലെങ്കിൽ ഒറ്റപ്പാലം പട്ടണത്തിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നഗരപ്രദേശങ്ങളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊരു മാറ്റം വന്നുകൊണ്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഉൾപ്പെടെ ഒരു കൂട്ടായ്മയായി ജീവിക്കുന്ന ഒരു സമൂഹത്തിലെ ആളുകളെല്ലാം ഒത്തുചേർന്ന്, ഇവിടെ ഏതാണ്ട് 100ഓളം വീടുകളാണെന്ന് പറഞ്ഞു, 2 ഗ്രാമപഞ്ചായത്തുകളെ അതിരിടുന്ന ഒരു പ്രദേശമെന്നുകൊണ്ട് 2 പഞ്ചായത്തുകളിൽ നിന്നുള്ള ഗ്രാമവാസികൾ ഇവിടെ ഒന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു സംഘപ്രവർത്തനമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഐക്യപ്പെടലാണ് നമ്മുടെ ഈ റെസിഡൻറ്റ് അസോസിയേഷൻ നിർവഹിച്ചു പോകുന്നത്. ചടങ്ങിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച അസോസിയേഷൻ പരിധിയിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മോഹനൻ വില്ലത്ത്, രാജീവ് ശ്രീചിത്ര, P ഗോപാലകൃഷ്ണൻ, ബിന്ദു P, ഇടൂർ ഉണ്ണികൃഷ്ണൻ, A ജാനകി, ദേവകി അമ്മ, K രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.